ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗെയിമാണ്. അപ്പം നമ്മൾ ഗെയിം പറഞ്ഞത് ഫിഫയാണ്. നമുക്ക് രണ്ട് ടീമും കാണാം. അപ്പുറത്തെ ടീം തന്നെ CR ക്ലബ്ബാണ്. CR ക്ലബ്ബ് എന്നാണ് പേര്. നമ്മളെ കളി തുടങ്ങി. ഞങ്ങൾക്ക് ടീമൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ കളി സ്റ്റാർട്ടായി. ഓൺക്കാണ് ടച്ച്. അങ്ങനെ കളി സ്റ്റാർട്ടായി. വാശിയേറിയ പോരാട്ടമായിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ച് ഗോൾ അടിച്ചെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പാസ്സൊക്കെ കൊടുത്തു. പക്ഷെ കിട്ടിയില്ല. ഞാനും വലിയ ഒരു അടിപൊളി പോരാട്ടമായിരുന്നു. നല്ലൊരു കളിയായിരുന്നു. അങ്ങനെ എനിക്ക് ത്രോ കിട്ടി. സെലിബ്രേഷനൊക്കെ എത്തി. അങ്ങനെ നമുക്കാണ് നമുക്ക് ടച്ച് കിട്ടി. ത്രോ ലഭിച്ചു. ത്രോ ഒക്കെ ഇട്ട് ഒരു ഗോളിനുള്ള സാധ്യത ഗോളായില്ല. ഒരു കീപ്പറിന്റെ ടച്ചോടെ കളി സ്റ്റാർട്ട് ആയിരുന്നു. പോയി പക്ഷേ കിട്ടിയില്ല. ക്ലിയർ ചെയ്തു. പാസ് കൊടുത്തത് വേറെ ആൾക്കാർ. അങ്ങനെ ഓക്കരെ കിട്ടി. ഞാൻ കയറണേ. ആ കറക്റ്റ് ഞാനാണ്. നമുക്ക് ഫ്രീ കിക്ക് കിട്ടി. നമ്മൾ പാസ് കൊടുത്തു. പക്ഷേ ഉദ്ദേശിച്ച സാധനം കിട്ടി. അങ്ങനെ ഓലെന്നെ കൈക്കലാക്കി. അങ്ങനെ പോയി. പക്ഷേ ഗോളടിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. ഗോളടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഓനക്ക് 1 എനിക്ക് 0 ഇതായിരിക്കുന്നു. ഹാഫ് ടൈം കഴിഞ്ഞ ഓന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കി ഗൈസ്. ഓനെ ഞാൻ പൊട്ടിക്കും. അങ്ങനെ കളി എൻ്റെ ടച്ചോൻ്റെ കളി സ്റ്റാർട്ട് ചെയ്തു. ഹാഫ് ടൈം പൂർത്തിയായി. പിന്നെ ഒരു മുന്നേറ്റമായിരുന്നു കണ്ടത് ഗൈസ്. ഞാൻ അടിച്ചില്ല, പക്ഷെ ഞാൻ അടിക്കും. എനിക്കൊരു കോർണർ കിട്ടി ഗൈസ്. അങ്ങനെ അടിച്ചു. പക്ഷെ ഗോളായില്ല. കിട്ടി എന്നൊക്കെ വിചാരിച്ചിനി. വീണ്ടും ലഭിച്ചു. പക്ഷേ കൈകന്ന് പോയി ഗൈസ്. അങ്ങനെ അടിച്ചില്ല. അങ്ങനെ കുറേ പാസ് അടിച്ച് ഒരു മുന്നേറി. ഞാൻ സ്ലൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ ക്രോസ് ബാർ ഗൈസ്. വീണ്ടും അങ്ങനെ ഞാൻ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. തിരിച്ച് ഗോൾ അടിച്ചിരിക്കുന്നു. ഞാനാണ് ഗോൾ അടിച്ചത്. അടിച്ചതിനുള്ള പകരം ഞാൻ കൊടുത്തു ഗൈസ്. അങ്ങനെ കളി വീണ്ടും ഓൻ്റെ ടച്ചോടെ കളി വീണ്ടും സ്റ്റാർട്ടായിരിക്കുന്നു.
സമയം കുറച്ച് കുറേ ഇനി 71 മിനിറ്റായി ഗൈസ്. അങ്ങനെ കളി എൻ്റെ അടുത്ത് ബോൾ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു അടുത്ത ഗോളിനുള്ള സാധ്യത എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൻ വള്ളി വെച്ച് സ്ലൈഡ് ചെയ്തു. അങ്ങനെ എനിക്ക് വീണ്ടും ഒരു ത്രോവും കൂടി കിട്ടി. അങ്ങനെ ഞാനൊരു വലിയ ഗോൾ അടിക്കുമെന്ന വിശ്വാസത്തോടെ നടന്നു. പക്ഷേ ക്ലിയർപ്പാക്കിയ വിഷയമല്ല, അത് കിട്ടിയില്ല. അപ്പം ഞാൻ മുന്നേറിക്കൊണ്ടിരുന്നു. ഞാൻ GK മുന്നിലേക്ക് വരുത്തി. അപ്പം GK പിടിച്ചു ഗൈസ്. അങ്ങനെ GK പാസോട് കൂടി ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓൻ്റെ കൈക്ക് വീണ്ടും കിട്ടി ഗൈസ്. അങ്ങനെ കളി തീർന്നു. 90 മിനിറ്റായി ഗൈസ്. അങ്ങനെ 1-1 സമനിലയിൽ കഴിഞ്ഞു. എന്താ ചെയ്യുക, എനിക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. 1-1 സമനില പിടിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും ഞാനങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി, സ്ക്രീനൊക്കെ നോക്കി.